ഈ കസിനെ കൊച്ചുനാൾ മുതൽ കാണുന്നതാണ്. All the best. Keep it up. Thank you, sir. Thank you. Dr. Vipin, time for your analysis. എങ്ങനെയാണ് ആ ഉയർന്ന തലത്തിൽ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം അത് മനസ്സിൽ നന്നായിട്ടുണ്ട്. കുറ്റപ്പെടുത്തുന്നത് സഹിക്കൂല, അല്ലെങ്കിൽ കേൾക്കും, അത് മാറ്റാൻ ശ്രമിക്കും. അവിടെയാണ് അടുത്ത പോയിന്റ്. നിങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, ഏത് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളി ഇൻവോൾവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ചെയ്യുന്ന കാര്യം അതിൽ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ വിജിതയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഡാൻസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതിൽ ഇൻവോൾവ് ആയി നിൽക്കുന്ന സമയത്ത് മാത്രമേ ഈ ഒരു കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് അതിൽ വരുന്നുള്ളൂ. മറ്റാരെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് അത്ര ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ എല്ലാവരും പറയുന്നത്, എല്ലാം കേൾക്കും. ബട്ട് നമുക്കിഷ്ടമുള്ളതും നമുക്ക് പ്രയോജനമുള്ളതുമായ കാര്യങ്ങൾ ആണെങ്കിൽ അത് പെർഫെക്റ്റ് ആക്കാനുള്ള കണ്ടിന്യൂസ് ശ്രമം അതിനകത്ത് വരുന്നുണ്ട്. കാരണം ഒരു പെർഫെക്ഷനിസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒളിച്ചിട്ടുണ്ട്. പക്ഷേ ലൈഫിൽ അത്ര പെർഫെക്ഷനിസ്റ്റ് അല്ല. ചില കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ചില ഐറ്റംസ് അല്ലെങ്കിൽ ആർട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു തലത്തിലാണ് പോവുക. അതോടൊപ്പം തന്നെ ഞാൻ നോട്ട് ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് സംസാരിക്കുക. അത് നമ്മൾ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. വളരെ ഓപ്പൺ ആണ്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഏതെങ്കിലും സ്ഥലത്ത് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആകുന്നുണ്ട്. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലും സംസാരിച്ചും ചിരികളൊക്കെ ആയിട്ടും അതങ്ങ് ഒതുക്കി കളയും, മറ്റുള്ളവരുടെ മനസ്സിലും അത് തോന്നാത്ത രീതിയിൽ. പക്ഷേ അവിടെയും നമുക്കൊരു ഒരു ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആകണം എന്ന് മനസ്സിൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. തെറ്റല്ല, ഒന്നും തെറ്റല്ല. എങ്കിലും പേഴ്സണാലിറ്റി വളരെ നല്ല തുറന്നയാളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറച്ചുകൂടെ കേൾക്കാനും കുറച്ചുകൂടെ ക്ഷമാശീലത്തോടു കൂടി ഇടപെടാനും ഒക്കെ ഉള്ള ശ്രമങ്ങളുണ്ടെങ്കിൽ നല്ലൊരു രത്നമായിട്ട് മാറാൻ, വനിതകളിൽ ഉള്ള അഠിത്തമുള്ള ഒരാളായിട്ട് കൂടുതൽ മാറാനായിട്ട് സാധിക്കും. ആശംസകൾ. താങ്ക് യു വെരി മച്ച് ജഡ്ജസ്. ഇനി വിജിതയുടെ ഈ സെഗ്മെന്റിലെ മാർക്സ് നമുക്ക് കണ്ടെത്താം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. സെൻസിറ്റീവ് ബേബി ആണെന്ന് ഓൾറെഡി ജയലക്ഷ്മി പറഞ്ഞു. ഇവിടെ സെൻസിറ്റീവ് ആക്കരുത്. ഡോക്ടർ വിപിൻ ഔട്ട് ഓഫ് 25. 21. മുരളി ചേട്ടാ? ഡോക്ടർ മാർക്ക് കോപ്പി അടിച്ചതല്ല, പക്ഷെ എൻ്റെ മാർക്കും 21 തന്നെ. സിത്താര ചേച്ചി? 21. അപ്പൊ വിജിത ടോട്ടൽ സ്കോർ 63. 63. കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അധികമൊന്നും ആയിട്ടില്ല നമ്മളുടെ ഈ ഒരു ഷോ. പക്ഷെ സന്തുഷ്ടമല്ലേ? ഹാപ്പി അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അടുത്ത റൗണ്ടിൽ കാണാം. ഒരു ഡാൻസ് ഒക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്, തനി രൂപത്തിൽ, വിശ്വരൂപത്തിൽ. അതുവരെ താങ്ക് യു വെരി മച്ച്. സീ യു ലേറ്റർ. താങ്ക് യു ഹരി. താങ്ക് യു ജയലക്ഷ്മി.